ഹലോ, ഇന്നൊരു ആനിവേഴ്സറി ഡേ വ്ളോഗാണ്. ഇവരുടെ ആദ്യ വാർഷികത്തിൽ എല്ലാവരെയും വിളിച്ച് അവരുടെ കൈകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അതിനായി രാവിലെ തന്നെ പരിപാടികൾ തുടങ്ങിയിരുന്നു. ബിരിയാണിയാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാൾക്കും ബിരിയാണി കഴിച്ചുള്ള പരിചയമല്ലാതെ ബിരിയാണി വെച്ചുള്ള മുൻപരിചയമൊന്നുമില്ല. പറഞ്ഞു വരുമ്പോൾ കണ്ടു നിൽക്കുന്ന എനിക്കുമില്ല. എന്നിരുന്നാലും രണ്ടാളും സകലമാന യൂട്യൂബ് ചാനൽസും കയറി ഇറങ്ങി ഏകദേശം ഒരു ഐഡിയ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി തോർത്തിയെടുത്ത് തൈരിൽ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി തുടങ്ങിയ പൊടികളെല്ലാം കൂടി കുഴച്ച് ഉപ്പും നാരങ്ങ നീരും ചേർത്തിളക്കി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ചിക്കൻ്റെ കാര്യം പറഞ്ഞു പറയാം. കഴിഞ്ഞ വർഷം, അതായത് 2024 സെപ്റ്റംബർ 9 ഇവരുടെ വിവാഹം. വയനാട് നടവയൽ പള്ളിയിൽ വെച്ച് ഇരുവരും വിവാഹിതരായി. ജനുവരിയിൽ ഉറപ്പിച്ച വിവാഹം ഏകദേശം 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുമ്പോൾ അനിയത്തിക്ക് ഒരു ഭർത്താവിനെ മാത്രമല്ല, ഞങ്ങൾക്കൊരു പുതിയ അനിയനെ കൂടി കിട്ടി. അതുപോലെ അവൾക്കും. ഡാഡിയും മമ്മിയും 2 നാത്തൂന്മാരും അവരുടെ കുടുംബവും അടങ്ങുന്ന ഒരു വലിയ സ്നേഹത്തിലേക്ക് അവൾ എത്തിപ്പെട്ടു. ഞങ്ങൾ ഓരോ പണി ചെയ്യുന്നതിൻ്റെ ഇടയിലും കഴിഞ്ഞ കൊല്ലം നമ്മൾ ഈ സമയം ഇങ്ങനെ ചെയ്യുകയായിരുന്നു, അങ്ങനെ ചെയ്യുകയായിരുന്നു എന്നൊക്കെ ഓർമ്മകൾ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം, എൻ്റെ ആത്മാവിന് നഷ്ടസുഗന്ധം. ONV പാടിയത് അങ്ങനെയാണല്ലോ. ഈ സമയം കൊണ്ട് ഞങ്ങൾ ചോറിനും മസാലയ്ക്കുമുള്ള സവോളയൊക്കെ പൊളിച്ച് അരിഞ്ഞു മാറ്റി വെച്ചു. അരി ഇളന്ന് കഴുകി വെള്ളം തോരാൻ തടയിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നീട് മുറ്റത്തൊരു അടുപ്പൊക്കെ സെറ്റാക്കി ഉരുളി വെച്ച് അതിന് സവോള വറുത്തു കോരി. സവോളയാകുന്ന ഗ്യാപ്പിൽ മസാലക്കൂട്ടിന് ചേർക്കാനുള്ള മറ്റ് അനുധാരികൾ മല്ലി, പുതിന, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ റെഡിയാക്കി എടുത്തു. സവാള മൂപ്പിച്ചെടുത്തതിന് ശേഷം അതേ എണ്ണയിൽ ചിക്കനും ചെറുതായി ഒന്ന് വറുത്ത് കോരിയെടുത്തു. കാര്യം എത്രയൊക്കെ വറുത്ത് കോരിയെടുത്താലും പാചകക്കാരുടെയും കാഴ്ചക്കാരുടെയും കമ്മീഷൻ വിഹിതം പിടിച്ചതിന് ശേഷമുള്ളത് മാത്രമാണ് ബിരിയാണിക്കായി മാറ്റിവെച്ചത്. പാചകക്കാരേക്കാൾ കൂടുതൽ വാചകക്കാരായിരുന്നു എന്നത് മറ്റൊരു സത്യം. ശുദ്ധസംഗീതം ആസ്വദിച്ചായിരുന്നു ഞങ്ങളുടെ പ്രിപ്പറേഷൻസ്. അവിടെ സ്പീക്കറിൽ കണക്ട് ചെയ്ത സംഗീതത്തിന് ചുവട് വയ്ക്കാൻ രംഭമേനകമാർ എത്തി. ആമിയും മാധുവും അനിയത്തിയുടെ നാത്തൂൻ്റെ മക്കളാണ്. ഡാൻസ് തുടങ്ങി കഴിഞ്ഞ് പിന്നെ ബിരിയാണിക്കാരുടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാതെ ഡാൻസ് വീഡിയോ എടുത്തു തരാൻ പറഞ്ഞ് എൻ്റെ പിറകെ നടപ്പായി. ഡാൻസ് വീഡിയോ എടുത്തെടുത്ത് ഗ്യാലറി നിറഞ്ഞതിന് കയ്യും കണക്കുമില്ല. അവസാനം പെട്ട അവസ്ഥയിൽ നിന്ന് കരകയറിയത് മേൽ പറഞ്ഞ ചിക്കൻ കഷ്ണങ്ങൾ കൊടുത്തുകൊണ്ടാണ്. മെല്ലെ ചോറിൻ്റെ പണികളിലേക്ക്. ചരുവത്തിലേക്ക് മസാല കൂട്ടിട്ട് മൂപ്പിച്ചതിന് ശേഷം അരിഞ്ഞ ക്യാരറ്റ് ഇട്ട് ചെറുതായി ഒന്ന് വഴറ്റി അരിയുടെ കണക്കിന് പാകമാം വിധം വെള്ളം ഒഴിച്ചു. അതിലേക്ക് അല്പം നെയ്യും പാകത്തിന് ഉപ്പും ചേർത്തിളക്കി തിളപ്പിച്ചു. തിളച്ച വെള്ളത്തിലേക്ക് കഴുകി വെച്ച അരി കൂടി ചേർത്തിളക്കി മൂടി വെച്ചു. ഞങ്ങളുടെ ആദ്യ സംരംഭമായതിനാൽ തന്നെ ഓരോ സ്റ്റെപ്പിലും നല്ല റിസൾട്ട് കാണുമ്പോഴുള്ള സന്തോഷം പറയാതെ വയ്യ. അങ്ങനെ മസാലയ്ക്കുള്ള പണികൾ തുടങ്ങി. വഴറ്റിയ സവോളയിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിളക്കി തക്കാളി കൂടി ചേർത്തിളക്കി പാകമായപ്പോൾ ബിരിയാണി മസാല ചേർത്തു. ആ റോസ്റ്റഡ് മസാലക്കൂട്ടിലേക്ക് വറുത്തു മാറ്റി വെച്ച് ചിക്കൻ ചേർത്തിളക്കി അല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് ചിക്കൻ ഗ്രേവി റെഡിയാക്കി. ചോറിൻ്റെ വേവും ഉപ്പും പാകമായി പോകുന്ന ഓർത്ത് ഞങ്ങളുടെ മാസ്റ്റർ ഷെഫ് വീണ്ടും വീണ്ടും പുളകിതനായി. പുതിയ ഓർഡറുകളുണ്ടെങ്കിൽ പറയണമെന്ന് അവനും, കഴിച്ചു നോക്കിയൊന്നും പറ്റിയില്ലെങ്കിൽ പറയാമെന്ന് ഞങ്ങളും. കെമിക്കൽ ഫുഡ് കളേഴ്സ് ചേർക്കാതെ പാലിൽ മഞ്ഞൾപ്പൊടിയും എസൻസും ചേർത്തിളക്കി നിറം പകർന്നത് മറ്റൊരു ഡയറക്ടർ ബ്രില്യൻസ്. അവരുടെ ഒരു സന്തോഷ ദിനത്തിൽ എല്ലാവർക്കും സ്നേഹം വിളമ്പണമെന്ന ചിന്ത യഥാർത്ഥത്തിൽ വലിയ കഷ്ടപ്പാടുകളായിരുന്നാലും തുടങ്ങിപ്പോയില്ലേ, അവസാനിപ്പിക്കാതെ പറ്റില്ലല്ലോ എന്ന അവസ്ഥയിലായി. പിന്നെ മറ്റൊന്നും നോക്കാതെ മുറ പോലെ എല്ലാ അനുധാരികളും ചേർത്തിണക്കി ചെമ്പടച്ചു ദമ്മിട്ടു. പിന്നൊരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന വിധം ഒരു പായസം കൂടി അങ്ങ് തട്ടിക്കൂട്ടി. എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട പാലട പായസം തന്നെ ആവട്ടെ. ബിരിയാണി കുളമായാലും പായസത്തിൽ പിടിക്കാലോ എന്ന അഭിപ്രായം. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് തിരിച്ചാണ് താനും. അങ്ങനെ വൈകിട്ട് 7 മണിയോടുകൂടി എല്ലാവരും ഒത്തുകൂടി. ഏത് നല്ല കാര്യവും പ്രാർത്ഥനയിൽ തുടങ്ങണമെന്നാണല്ലോ. പ്രാർത്ഥിച്ചു. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അനുഗ്രഹദായകമായ നിമിഷങ്ങൾ. നന്ദിപൂർവ്വം ഈ ധന്യ നിമിഷം. അവരുടെ ജീവിതത്തിലെ മറ്റൊരു നല്ല നിമിഷത്തിനവർ കേക്ക് മുറിച്ചു.
പരസ്പരം പങ്കിട്ടു, മധുരം നുണഞ്ഞു. പിന്നീട് ഓരോരുത്തരായി അവർക്ക് മധുരം നൽകി. ഇത് അവരുടെ മമ്മി, ഇത് ഡാഡി. ഡാഡിയുടെ കയ്യിലിരിക്കുന്നത് അവരുടെ പെങ്ങളുടെ വാവയാണ് അന്നൂസ്. പിന്നീട് തലമൂത്തവർക്ക് തുടങ്ങി മക്കൾക്കും കൂട്ടുകാർക്കും വന്നവർക്കെല്ലാവർക്കും കേക്കുകൾ വിതരണം ചെയ്തു. അവരുടെ കൈകൊണ്ട് തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിലും കുഞ്ഞു മക്കളല്ലേ, എത്ര നേരം ഒരു കേക്ക് വെച്ച് നോക്കി നിർത്തും. പിന്നെ പെങ്ങൾ തന്നെ വന്ന് എല്ലാവർക്കും മുറിച്ച് കേക്കൊക്കെ എടുത്തു കൊടുത്തു. അതിനുശേഷം നവദമ്പതികൾക്ക് സമ്മാനങ്ങൾ നൽകലായി. ഓരോരുത്തരായി കരുതി സമ്മാനങ്ങൾ നൽകി ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തു. ചെറുതും വലുതുമായി വിലമതിക്കാനാവാത്ത അനേകം സമ്മാനങ്ങൾ. അല്ല, അങ്ങനെയൊന്നുമില്ല, ഇത്തിരി സമ്മാനങ്ങൾ, ഒത്തിരി സന്തോഷം. ഇതിനിടയിൽ തന്നെ ഞങ്ങളുടെ ബാക്കപ്പ് ഓപ്ഷനായിരുന്ന പായസവും കുടിച്ചു. അങ്ങനെ ദ ഗ്രേറ്റ് മൊമെന്റ്, ഞങ്ങളുടെ ഷെഫ് സ്പെഷ്യൽ ബിരിയാണി അൺബോക്സിംഗ്. ആദ്യ ശ്രമത്തിൽ വിചാരിച്ചത്ര പോരായ്മകളൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഒരു റേഞ്ച് വെച്ച് വളരെ മികച്ചതായിരുന്നു. ബിരിയാണിയും മസാലകളും എല്ലാം കൊണ്ടും നല്ല രുചിയും മണവുമുള്ള മനസ്സ് നിറഞ്ഞൊരു ഭക്ഷണം വിളമ്പാൻ കഴിഞ്ഞു. എല്ലാവർക്കും ഭക്ഷണമൊക്കെ കഴിച്ചു. എല്ലാവരും കഴിക്കുന്നത് പകർത്താൻ കഴിഞ്ഞില്ല, എന്നാലും കഴിച്ചു തൃപ്തിയായി എന്ന് നിസ്സംശയം പറയാം. അതിനുശേഷം അവരുടെ വക ഗിഫ്റ്റ് അൺബോക്സിംഗ്. അങ്ങനെ അധികം ആർഭാടമല്ലാത്ത എന്നാൽ ഇത്തിരി കാര്യപ്പെട്ട ഒരു വർഷം അവർ പിന്നിട്ടു. ഇനിയും ഒരുപാട് വർഷങ്ങൾ ആഘോഷിക്കാൻ അവർ ഒരുമിച്ച് ആഘോഷിക്കട്ടെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.